അംഗനവാടി നമ്മച്ചു പോട്ടെ. ഹായ് ഗായ്സ്, ഞാനും നിൻ്റെ അവിടെയുള്ള അംഗനവാടി വരെ ഒന്ന് പോയതാട്ടോ. ഞാൻ പോയപ്പോൾ തന്നെ കാണുന്ന കാഴ്ച മക്കളെ ടീച്ചറെ വെയിറ്റ് ചെയ്തിക്കണം കേട്ടോ. അങ്ങനെ ടീച്ചർ എത്തിയപ്പോൾ അവരുടെ ഒരു സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നമ്മളെല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു കാലാവില്ലത്. ചുറ്റുപാടുകളില്ല, നാളെ എന്താവും എന്നുള്ള ഭയമില്ല. അതൊക്കെ ഒരു കാലം തന്നെ അല്ലേ. ആ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ഇന്ന് നമ്മളെ മനസ്സിൽ മായത കിടക്കണ്ടല്ലേ. പിന്നെ എൻ്റെ മോൻ ആദ്യമായിട്ട് കേട്ടോ അംഗനവാടി പോണത്. ഓൻക്കവിടെ ഭയങ്കര ലൈക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോയത് അവനക്ക് തുള്ളിമരുന്ന് കൊടുക്കാനാട്ടോ. തേനേന്ന് പറഞ്ഞാട്ടോ ആക്ക് കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷെ ആദ്യ ഡ്രോപ്പിൽ തന്നെ ആക്ക് കാര്യം പിടികിട്ടി, ഇത് പറ്റിക്കലാണെന്ന്. അങ്ങനെ പിടിയും വലിയും കൂട്ടി ഞങ്ങൾ അതിങ്ങോട്ട് കൊടുത്തു പോന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഭക്ഷണം അയച്ചാൽ അതിൻ്റെ ഒരു ഫയൽ പൊട്ടിക്കായിരുന്നു കേട്ടോ. അപ്പം എന്തുണ്ട് ഈ ഫയലിൽ എന്നല്ലേ, കുറച്ച് ലെറ്റേഴ്സ് ആട്ടോ. ബൈ ദ ബൈ ഞാനൊരു ടീച്ചറാട്ടോ, പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഡേ, അതായത് സ്കൂൾ പൂട്ടുന്ന ദിവസം, അടുത്ത വർഷം മാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ മക്കൾ തന്ന ലെറ്റേഴ്സ് ആട്ടോ ഇത്. ഓലിത് തന്നപ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ. മാമിന് എന്ന് ഞങ്ങളെ മിസ്സാവണോ അന്നേ ഇതെടുത്ത് വായിക്കാൻ പാടുള്ളൂ എന്നാട്ടോ ഓര് പറഞ്ഞത്. സത്യം പറഞ്ഞ സ്കൂൾ പൂട്ടിയെന്ന് മുതൽ ഞാൻ ഓലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിൽക്കുന്നതിലും കൂടുതൽ ഓലെ കൂടെയാണല്ലോ ടൈം സ്പെൻഡ് ആക്കല്. എനിക്ക് ഒരു മോനല്ല കേട്ടോ, ഒരുപാട് മക്കളുണ്ട്. അതന്നെ കേട്ടോ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. പിന്നെന്താ ഞാൻ ഈ ഇയർ ഡ്രോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഏജാണിപ്പോൾ. അപ്പോൾ ഓൻ്റെ കൂടെ ഫുൾ ടൈം ഞാൻ ഉണ്ടാവണം എന്ന് തോന്നി. അങ്ങനെ കേട്ടോ ഞാൻ ഈ ഇയർ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ ഒരുപാട് ഓർമ്മകൾ തന്നെ എൻ്റെ മക്കൾക്ക് എൻ്റെ ബെസ്റ്റ് വിഷസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവർ തന്ന ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു ഫയലിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക.